ഞാൻ പറയാം നോക്കണം. ആദ്യം നമുക്ക് ഇപ്പം ഞാൻ എടുക്കാം എല്ലാ വർഷവും ഇതൊരു വർഷം എല്ലാ വർഷവും ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 365 ദിവസവും അതിനൊക്കെ 48 മിനിറ്റും 45 സെക്കൻഡ് അത്രയൊക്കെ വരും. അത് കൃത്യം 365 ദിവസവും 48 മിനിറ്റും ഒരു കുറച്ച് സെക്കൻഡും എടുക്കും. അങ്ങനെ ഇവിടെയും അതുപോലെ എടുക്കും. നമ്മൾ എന്ത് ചെയ്യുന്ന പറയാൽ ഈ ഒരു വർഷം 365 ദിവസമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്ര എണ്ണത്തിനെ മാറ്റി നിർത്തും. ഇവിടെയും നമ്മൾ 365 ദിവസം ഉള്ളെന്ന് പറഞ്ഞിട്ട് കുറച്ചെണ്ണത്തിനെ മാറ്റി നിർത്തും. ഇവിടെയും 365 ദിവസം ഉള്ളെന്ന് പറഞ്ഞിട്ട് കുറച്ചെണ്ണത്തിനെ മാറ്റി നിർത്തും. ഇവിടെ എന്തോ ചെയ്യും, ആ മാറ്റി നിർത്തുന്നതിന്റെ കൂടെ ഇവരെ 3 പേരെയും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഈ വർഷം എന്ത് പറ്റും, ഈ വർഷം 365 ദിവസവും കൊണ്ട് ഇവർ 3 പേരും പ്ലസ് ഇവിടെ ഉള്ള ആളും ഇവിടുത്തെ 3 പേരും പ്ലസ് ഇവിടുത്തെ ഉള്ള ആളും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒരു 24 അവേഴ്സിന്റെ അടുപ്പിച്ച് വരത്തില്ല. അത് കുറവായിരിക്കും. പക്ഷെ നമ്മൾ അതിന് 24 അവർ എന്നും പറഞ്ഞു, അതായത് ഒരു ഡേ ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 4 വർഷം എടുത്തു. ഫസ്റ്റ് വർഷം, സെക്കൻഡ് വർഷം, തേർഡ് വർഷം, ഫോർത്ത് വർഷം. ഈ വർഷം നമ്മൾ 365 ദിവസവും ഇത്രയും സമയത്തിന് മാറ്റി നിർത്തി. ഇവിടെ നമ്മൾ 365 ദിവസമേ ഉള്ളെന്ന് പറഞ്ഞു കുറച്ചെണ്ണത്തെ മാറ്റി നിർത്തി. ഇവിടെ 365 ദിവസമേ ഉള്ളെന്ന് പറഞ്ഞു കുറച്ചെണ്ണത്തെ മാറ്റി നിർത്തി. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ആ 365 ദിവസവും ഇവിടെ വരുന്ന എക്സ്ട്രാ ദിവസവും ഈ 3 എക്സ്ട്രാ ദിവസവും ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് എത്ര വരുന്നുണ്ട്, 24 അവർ വരുന്നില്ല. പക്ഷേ എന്നാൽ നമ്മൾ 24 അവർ ഒരു ഡേ എടുത്ത് ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ വർഷം 366 ദിവസം വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ നമ്മൾ പ്രത്യേകിച്ച് ഒരു പേരിട്ട് വിളിക്കുന്നത് ലീപ്പ് ഇയർ. അപ്പോൾ നമുക്ക് 24 അവർ നമുക്ക് കിട്ടുന്നില്ല. അതിനകത്ത് നമ്മൾ 24 കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്, കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നമുക്കറിയില്ല നമ്മൾ എന്തെങ്കിലും സാധനത്തിൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ മൈനസ് ചെയ്ത് കളയണം. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ കുറച്ച് വാല്യൂ എക്സ്ട്രാ ആഡ് ചെയ്ത് ഓവർ ആഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര ഓവർ ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഏകദേശം ഒരു 8 നമ്മൾ എക്സ്ട്രാ. അപ്പോൾ നമുക്ക് കറക്റ്റ് 24 അവറിനുള്ളത് 24 അവറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അത്രയും മിനിറ്റ് വിടില്ല. 11 മിനിറ്റ് അതിൽ നിന്ന് കുറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം നമ്മളൊരു 11 മിനിറ്റ് ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടിരിക്കുന്നത് നമ്മൾ ഓരോ 4 വർഷം ചെയ്യുന്നത്. അങ്ങനെ ഞാൻ 100 വർഷം എടുക്കുമ്പോഴത്തേക്കും 100ൽ 25 തവണ എന്തുണ്ട്, 100ൽ 25 തവണ ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് 100ൽ 25 ഇതുപോലത്തെ 25 എണ്ണം ഉണ്ട്. അപ്പോൾ ആ 25 ഘട്ടങ്ങളിലും എന്ത് വരുന്നുണ്ട്, ഒരു 11 മിനിറ്റിന്റെ അധികത വരുന്നുണ്ട്. സോ അതിന്റെ ഫലമായിട്ട് ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്ര അവർ വരും, 11 ഇത് നമ്മൾ മൾട്ടിപ്പിൾ 18 അവറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 18 അവറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ വരും. ഇത്രയേ ഉള്ളൂ. ഞാൻ 100 വരെയുള്ള വർഷം എടുത്തു. അപ്പോൾ അതിനകത്ത് 25 ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇതിന്റെ ഒരു എണ്ണം അങ്ങനെ 25 എണ്ണം ഉണ്ട്. അതിൽ ഈ ഒരു കട്ടയിൽ തന്നെ എത്ര നടക്കുന്നത്, 11 മിനിറ്റിന്റെ എക്സ്ട്രാ ഉണ്ട്. അങ്ങനെ 25 കട്ടയിൽ 18 അവറിന്റെ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അർത്ഥം 18 അവർ നമ്മളിപ്പോൾ ഈ ഒരു 100ന്റെ കട്ട എടുത്താൽ അതിനകത്ത് 18 അവറിന്റെ എക്സ്ട്രാ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആഡ് 18 ചെയ്താൽ -18 ചെയ്യണം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, 100ാമത്തെ വർഷം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ 100ാമത്തെ വർഷം ലീപ്പ് ഇയർ ആണ്. അതായത് ഇതുപോലത്തെ ഒരു കട്ട ഇങ്ങനെ വന്ന് നിൽക്കും. അവസാനത്തെ ആ ഒരു കട്ട മാത്രം എടുക്കണം. അവസാനത്തെ ഈ ഒരു കട്ടയിലും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള മൊത്തത്തിൽ നമുക്ക് 18 അവർ ഒരു എക്സ്ട്രാ കിടക്കൂടെ കുറയ്ക്കണം. സോ അതിനുവേണ്ടി ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ 24 അവർ വേണ്ടെന്ന് വയ്ക്കുന്നു. സോ അതിന്റെ ഫലമായിട്ട് 18ൽ നിന്നും 24 പോകണം. 24 പോകുമ്പോൾ യഥാർത്ഥം അറിയാലോ, 18ൽ നിന്ന് 18 കുറച്ച് കളയേണ്ടത്. നമ്മൾ 18ൽ നിന്നും 18ഉം പിന്നെ എത്ര പോയിട്ടുണ്ട്, 6ഉം കൂടെ പോകുന്നുണ്ട് ഇതിന്റെ കാരണത്തിൽ. അപ്പം ഈ 18നെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു 100 വർഷത്തിന്റെ ഗ്യാപ്പിൽ 18 ഓവർ വന്നു. അതുകൊണ്ട് തന്നെ 18നെ കുറയ്ക്കാൻ വേണ്ടി 18 തന്നെ വേണം കുറച്ച് കളയാൻ. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫുൾ ഡേ ഇതിൽ നിന്ന് കുറച്ച് കളയാം. അപ്പോൾ നമ്മൾ 100ാമത്തെ വർഷത്തിന്റെ അല്ലെങ്കിൽ അവസാനത്തെ ആ ഒരു കട്ടയിൽ എന്തില്ല, അല്ലെങ്കിൽ 100ാമത്തെ വർഷം അതാണല്ലോ ഇത്, ഈ ലാസ്റ്റ് വർഷം അതാണ് 100ാമത്തെ വർഷം അവിടെ എന്തില്ല, ലീപ്പ് ഇയർ അല്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലീപ്പ് ഇയർ എന്നുള്ള ഒരു ഗണത്തിൽ നിന്ന് എടുത്ത് മാറ്റി കളയാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്നും ആ ഒരു ദിവസം അങ്ങനെ എടുത്ത് കളഞ്ഞു, 24 മണിക്കൂർ എടുത്ത് കളഞ്ഞു. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, 6 നമ്മൾ എക്സ്ട്രാ കുറച്ച് കളഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മൾ ഇവിടെ ഇപ്പോൾ ചെയ്തത് 6 എക്സ്ട്രാ കുറച്ച് കളഞ്ഞു. അതിന്റെ ഫലമായിട്ട് നമ്മൾ 6 എക്സ്ട്രാ ആഡ് ചെയ്യണം. നമുക്ക് ഈ ഒരു 100ന്റെ ഈ ഒരു കട്ടയിലാണ് നമ്മൾ 6 കുറച്ച് കളഞ്ഞത്. അങ്ങനെ നമ്മളൊരു ഞാനൊരു 4 കട്ട എടുക്കുകയാണ്. 4 കട്ട എടുക്കുമ്പോൾ ഇവിടെ ഒരു 6 കുറവുണ്ട്, ഇവിടെ ഒരു ഈ 100ലും ഇതേ പ്രോസസ്സ്, ഇതിൽ 100 ഇവിടെ എല്ലാം പ്രോസസ് ചെയ്യുമ്പോൾ -6. അങ്ങനെ 4 വട്ടം ചെയ്യുമ്പോഴത്തേക്കും 24 അവറിന്റെ കുറവ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും എടുക്കുമ്പോൾ 24 അവറിന്റെ കുറവ് വരുന്നതുകൊണ്ട് തന്നെ ഇത് 100, ഇത് 200, ഇത് 300, 400 ഇതിലാണ് കൂട്ടുമ്പോൾ 400. അതുകൊണ്ട് നമ്മുടെ 400ാമത്തെ വർഷം എന്ത് ചെയ്യുന്നു, നമ്മൾ 24 അവർ അതിനകത്തോട്ട് കൂട്ടിയിടുന്നത്. 400ാമത്തെ വർഷത്തിനെ നമ്മളൊരു ലീപ്പ് ഇയർ ആക്കുന്നു. അപ്പോൾ 400ാമത്തെ വർഷം നമുക്ക് ലീപ്പ് ഇയർ ആണ്.